ഹായ് നമസ്കാരം, എൻ്റെ പേര് ശ്രീഹരി. ചാനൽ ഇതുപോലെ ഡ്രോയിങ്ങിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. ഇന്ന് വരയ്ക്കാൻ പോകുന്ന ഡ്രോയിങ് മലയാളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അജു വർഗീസേട്ടൻ്റെയും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും ഒരു പോർട്രേറ്റാണ്. ഒരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, എന്തൊക്കെ ടിപ്സ്, എന്തൊക്കെ ടൂൾസാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് തീർച്ചയായും ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. കൃത്യമായ ഔട്ട്ലൈനും ഫസ്റ്റ് ലെയർ ഡ്രോയിങ്ങുമായിട്ട് 0.5 mm SB ലെഡുള്ള ഒരു മെക്കാനിക്കൽ പെൻസിലാണ് ഞാൻ ഉപയോഗിച്ചത്. എങ്ങനെയാണ് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബേസിക് ഔട്ട്ലൈൻ വരയ്ക്കേണ്ടതെന്ന് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഗ്രിഡും ഔട്ട്ലൈനും ഞാൻ സെയിം 0.5 mm SB മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചാണ് വരച്ചിട്ടുള്ളത്. ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിലൂടെ ഔട്ട്ലൈൻ വരയ്ക്കുന്നതിനും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് തന്നെ ഒരു ബേസിക് ഔട്ട്ലൈൻ വരച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു ചെറിയ പേപ്പർ ബ്ലെൻഡിങ് സ്റ്റമ്പാണ് ഞാൻ ഫസ്റ്റ് ലെയർ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓരോ പോർഷൻ എത്തുമ്പോഴും ഗ്രിഡ് ഇറേസ് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് വരയ്ക്കുന്നത്. ഡാർക്ക് ആയിട്ടുള്ള പോർഷൻസിൽ പ്രഷർ അപ്ലൈ ചെയ്ത് വേണം വരയ്ക്കാൻ. അതുപോലെ ഓരോ പോർഷൻ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴും പേപ്പർ ബ്ലെൻഡിങ് സ്റ്റബ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ബ്ലെൻഡ് ചെയ്യേണ്ടതാണ്. പോർട്രേറ്റ് ബെറ്റർ ആയിട്ട് വരയ്ക്കാനായിട്ട് നമ്മൾ റെഫറൻസിന് എടുക്കുന്ന പിക്കിലെ ഹൈലൈറ്റും മിഡ് ടോൺസും ഷാഡോസും നമ്മൾ ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ ഡ്രോയിങ്ങിലും ഷെയ്ഡിങ്സ് കൊണ്ടുവരാൻ. ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പറ്റില്ല. നമ്മൾ ഓരോ ഡ്രോയിങ് വരയ്ക്കുമ്പോഴും ഓരോ പോർഷൻ വരയ്ക്കുമ്പോഴും ശ്രദ്ധിച്ച് സമയമെടുത്ത് എഫേർട്ട് എടുത്ത് വരയ്ക്കണം. ഫേസിൻ്റെ പകുതി വരെയുള്ള ഫസ്റ്റ് ലെയർ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഡാർക്ക് ആയിട്ടുള്ള പോർഷൻസിൽ ഒരു ഫൈബർകാസ്റ്റിൻ്റെ 8B പെൻസിൽ ഉപയോഗിച്ച് ആ ഡാർക്ക്നെസ്സിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. സെക്കൻഡ് ലെയർ ഷെയ്ഡിങ്ങിനായിട്ട് ഞാൻ ഒരു 4B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നമ്മൾ സമയമെടുത്ത് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് അത്രയും ബെറ്റർ ആയിട്ട് പോർട്രേറ്റ് അത്രയും ബെറ്റർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ചെറിയ പേപ്പർ ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഷെയ്ഡിങ് വീണ്ടും ബ്ലെൻഡ് ചെയ്യാണ്. സെയിം HB മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഫേസിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള പോർഷൻ ഡ്രോ ചെയ്യാണ്. ലിപ്പും ടീത്തും വരയ്ക്കാനായിട്ട് 0.5 mm പെൻസിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത്. വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പം അത് തെറ്റൊന്നും വരാതെ ചെറിയ ചെറിയ ഷെയ്ഡിങ്സും ഡീറ്റെയിൽസും ആഡ് ചെയ്തുകൊണ്ട് വരയ്ക്കാനായിട്ട് ഈ പെൻസിൽ തന്നെ ഉപയോഗിക്കുക. സെയിം പെൻസിലിൽ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബിയേർഡ് ഡ്രോ ചെയ്യുന്നത്. This is the future. Evolution. This is the future. നെക്കും ചീക്കും വരയ്ക്കുമ്പോൾ കർവി ആയിട്ടുള്ള സ്ട്രോക്സ് ഉപയോഗിക്കുക. അത് സ്കിൻ ടെക്സ്ചർ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നെക്ക് വരുമ്പോൾ ഷാഡോസിൽ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്ത് വേണം വരയ്ക്കാൻ.
ഓരോ പോർഷനിലെയും ഷെയ്ഡിങ്സ് ബ്ലെൻഡിങ് സ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഫോർ ബി പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ലെയർ ഷെയ്ഡ് ചെയ്യുന്നത്. വീണ്ടും ബ്ലെൻഡിങ് സ്റ്റം ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും ഷെയ്ഡിങ് ബ്ലെൻഡ് ചെയ്യുക. ബിയേഡും ഡാർക്ക് ആയിട്ടുള്ള പോർഷൻസും 8B പെൻസിൽ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യുകയാണ്. This is the future. Human error. Evolution. This is the future. Evolution. ഡ്രസ്സിൻ്റെ ഔട്ട്ലൈൻ 4B പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഡ്രസ്സിൻ്റെ ഷെയ്ഡിങ്സ് 4Bയും 5Bയും പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു. പേപ്പർ ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഷെയ്ഡിങ്സും ബ്ലെൻഡ് ചെയ്യുന്നു. റിമൈനിങ് ആയിട്ടുള്ള സ്കിന്ന് 0.9 mm HB മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഡ്രോ ചെയ്യുന്നു. അതിനുശേഷം പേപ്പർ ബ്ലെൻഡിങ് സ്റ്റം ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യും. സെയിം പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഫേസിൽ ലാസ്റ്റ് റൗണ്ട് ഷെയ്ഡിങ് ചെയ്യുന്നു. പേപ്പർ ബ്ലെൻഡിങ് സ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാ ഷെയ്ഡിങ്സും ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യും. Evolution. This is the future. ഹെയർ ക്യാപ്പ് വരയ്ക്കാനായിട്ട് HB മെക്കാനിക്കൽ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. Evolution. ഹെയർ ക്യാപ്പിലെ ഫെദറിൻ്റെ ടെക്സ്ചർ കിട്ടാനായിട്ട് HB പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ട് ഇറേസർ യൂസ് ചെയ്തുകൊണ്ട് ഫെദർ ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കും. ഹെയർ ക്യാപ്പിൻ്റെ റിമൈനിങ് പോർഷൻ്റെ ഔട്ട്ലൈൻ HB പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് ഡ്രോ ചെയ്തെടുത്തിട്ട് 4B പെൻസിൽ യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്തെടുക്കും. ഈ സെയിം സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സെക്കൻഡ് പേഴ്സണെയും വരയ്ക്കുന്നത്. This is the future. Human error. Evolution. This is the future. Evolution.
ഹെയർ വരയ്ക്കുമ്പോൾ അത് HB പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് ഹെയർ ടെക്സ്ചർ വരച്ചെടുത്തിട്ട് അത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം 5Bയും 8B പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡാർക്ക്നെസ് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നു. This is the future. Evolution. This is the future. Evolution. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഡ്രോയിങ്സും ടിപ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്നതായിരിക്കും.